morning to all of you. എന്റെ പേര് ബിബി സെബാസ്റ്റ്യൻ ചെന്നൈ. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുചേരാൻ സാധിച്ചത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അല്ലെ. ആ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എല്ലാവരും ഫീൽഡിലും അതേപോലെ ജോലിക്ക് പോണവരും എല്ലാവരും കുറച്ച് സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈ സൂം മീറ്റിംഗിൽ എത്തിച്ചേരാൻ സാധിച്ചത്. അതുകൂടാതെ നമ്മൾക്ക് ഈ കിട്ടിയേക്കുന്ന ഒരു അവസരം, അതായത് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനി, നമ്മുടെ സാഗർ ജോഷി സാറ്, പ്രോഡക്റ്റ്, ഇതെല്ലാം നമ്മള് ഓരോരുത്തരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇത് എങ്ങനെ എന്നൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇപ്പൊ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിന്റെ മഹാത്മ്യം എന്താണെന്ന്. പക്ഷേ ഇപ്പൊ നമ്മുടെ MD ആയ സാഗർ ജോഷി സാർ നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് എന്നുള്ള ഒരു വലിയൊരു മഹാഭാഗ്യം. അപ്പൊ അത് നമ്മളെല്ലാവരിലേക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ സൂം മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും മെമ്പേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും എല്ലാം ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഈ സൂം മീറ്റിംഗിലേക്ക്. അതുകൂടാതെ നമ്മളിപ്പോ ഈ ഒരു ഒത്തുചേരലിന്റെ ഉദ്ദേശം നമ്മൾക്ക് പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അറിവ് വേണം അല്ലെ. അപ്പൊ ആ അറിവ് നമ്മൾക്ക് ഏറ്റവും മഹത് വ്യക്തിയായിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയിരിക്കും? അതായത് വറ്റാത്ത ഒരു നീരുറവയാണ് അദ്ദേഹം. കാരണം അത് കൂടാതെ നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു അക്ഷയപാത്രം. എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. കാരണം പഠിക്കാനായിട്ട് എത്രയോ സമയങ്ങൾ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വിപുലമായി തന്നെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും, പ്രത്യേകിച്ച് അതല്ലാതെ നമ്മൾക്ക് മോട്ടിവേഷൻ ആയിട്ടും എല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാവരും കേൾക്കാനായിട്ട് വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട MD രാമചന്ദ്ര സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, അതോടൊപ്പം തന്നെ അത് ഗ്രഹിക്കാനുള്ള നല്ലൊരു മനസ്സോടുകൂടെ നമുക്ക് ശ്രവിക്കാനായിട്ട് തുടങ്ങാം. കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ എഴുതാൻ, ഇപ്പൊ പുതിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് എഴുതാനായിട്ട് ഒരു പേനയും ഒരു ബുക്കും എടുത്തു വെക്കുക. വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വിപുലമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഒരു ഹിന്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എഴുതി അതിനുശേഷം മീറ്റിംഗിന് ശേഷം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ഈ ഒരു അവസരം നിങ്ങൾ ഈ 1 മണിക്കൂർ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ആ ശ്രദ്ധ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിന്റെ തുടക്കമായിരിക്കും. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. വിശ്വാസത്തോടെ ഈ പറയാൻ പോകുന്ന വ്യക്തിയിലും പ്രോഡക്റ്റിലും എല്ലാത്തിനും ഒരു വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഏറ്റവും അർത്ഥവത്തമായിട്ട് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട MD രാമചന്ദ്രൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറ്, പ്രിയങ്കരനായ ബെന്നി സാറ്, ഗുരുതുല്യരായ എല്ലാ ലീഡേഴ്സും, പുതുതായിട്ട് വന്നിട്ടുള്ള അതിഥികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ ഒരു സന്ധ്യ നമുക്ക് എല്ലാവർക്കും തന്ന ഈശ്വരൻ നമുക്ക് നന്ദി പറയാം. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടെന്നാണ് തോന്നണം. ഇവിടെ മഴ ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മഴ നേരത്തെ, ആലുവ, പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ മഴ നേരത്തെ തുടങ്ങി ആരംഭിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ശബ്ദം ക്ലിയർ ആണ്? ക്ലിയർ ആണ് സാർ. നമുക്ക് ഏതായാലും ഈ സന്ധ്യയിൽ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മളെ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം ആണ്. ഈ ബയോട്ടോറിയം കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത വേറൊന്നുമല്ല, ഇന്ത്യൻ ജനതയുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഏതൊരു സർക്കാരിന്റെയും പ്രഥമ ദൗത്യം ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യവും സമ്പത്താണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതിന്റെ 78 വർഷമായി. 15ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ഓരോ പഞ്ചവത്സര പദ്ധതിയിലും
ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിട്ടുള്ളത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രതിരോധ സംവിധാനം മികച്ചതായതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം പോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും പ്രതിരോധ സംവിധാനം. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം എത്ര മികച്ചതാണോ അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പ്രതിരോധ സംവിധാനം വളരെ മികച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആരോഗ്യത്തിന് വേണ്ടി ഈ 15 പഞ്ചവത്സര പദ്ധതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ പണം ചെലവാക്കിയിട്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിയതല്ലാതെ, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടിയതല്ലാതെ, മരുന്നിന്റെയും ആധുനിക ഉപകരണങ്ങളുടെയും എണ്ണം കൂടിയതല്ലാതെ ആരോഗ്യം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ജനങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരാണ് എങ്കിൽ ഇത്രയേറെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല, ഇത്രയേറെ ഡോക്ടേഴ്സിന്റെ ആവശ്യമില്ല, ഇത്രയേറെ ടെക്നീഷ്യന്മാരുടെ ആവശ്യമില്ല, മരുന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആരോഗ്യത്തിന് തകരാറുള്ളത് കൊണ്ടാണ് ആശുപത്രികളുടെ എണ്ണം കൂടിയത്. അപ്പൊ ആശുപത്രികളുടെ എണ്ണം കുറക്കാനും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോൾ. ഈ കമ്പനി ആരംഭിച്ചത് 2008-ലാണ്. 18 വർഷമായി ഇതിന്റെ പ്രവർത്തനം വിജയകരമായിട്ട് തുടർന്നു പോകുന്നത്. ഇത് ആരംഭിക്കുന്ന സമയത്ത് മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസാണ്. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഇതിന്റെ തുടക്കത്തിൽ. 2020 വരെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ടുണ്ട്. നമുക്ക് 12 വർഷക്കാലം മുഴുവനും അപ്പൊ ഈ 75 വർഷം കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല. ആസ്പത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആധുനിക ഉപകരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താമാധ്യമങ്ങളോട് വായിച്ചൊരു കാര്യമുണ്ട്. ക്യാൻസറിന്റെ വില കൂടിയ മരുന്ന്, ഒരു ഡോസിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെയും വിലയുള്ള മരുന്ന് വ്യാജനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരെ വിശ്വസിക്കാൻ സാധിക്കും? ഒരു ക്യാൻസർ പേഷ്യന്റിന് ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന്, അത് ഒരു ഡോസിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെയും വിലയുള്ള മരുന്ന് വ്യാജനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ രോഗം മാറാൻ പറ്റും? ഇവിടെ നേരത്തെ ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, രോഗം വരട്ടെ, കുഴപ്പമില്ല, നമുക്ക് എന്ത് ചികിത്സ വേണമെങ്കിലും നടത്താൻ സാധിക്കും, രോഗം മാറ്റിയെടുക്കാന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ 2020 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൽ മാറ്റം വന്നു. ആ ഒരു വിശ്വാസം ഇല്ല ജനങ്ങൾക്ക്. കാരണം രോഗം വന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുകൊണ്ട് പോകുന്നത്. ഇവിടെയാണ് വെൽനസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നത്, ഓരോ ജനങ്ങളുടെയും ആരോഗ്യം അവരവരുടെ കയ്യിലാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ആരോഗ്യം സംരക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു വെൽനസിന്റെ വക്താവായിട്ട് അദ്ദേഹം ഇന്ത്യൻ ജനതയോട് പറയുന്നുണ്ട്, ഇന്ത്യൻ ജനതയ്ക്ക് ഡോക്ടേഴ്സിന്റെ ആവശ്യമല്ല ഉള്ളത്, മോഡേൺ ഹോസ്പിറ്റലുകളുടെ ആവശ്യമല്ല ഉള്ളത്, വെൽനസ് കൺസൾട്ടേഴ്സിന്റെ ആവശ്യമാണ് ഉള്ളത്. എങ്ങനെ നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും, എങ്ങനെ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആ ഒരു ഉത്തരവാദിത്തം ഈ ബയോട്ടോറിയം കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സുന്ദരമായൊരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യൻ ജനതയുടെ ആ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആ വെൽനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് ഈ ബയോട്ടോറിയം കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ബയോട്ടോറിയം കമ്പനിയുടെ ഒരു പ്രത്യേകത. ഈ ബയോട്ടോറിയം കമ്പനി ഇന്ത്യൻ ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു കാവലാളാണ്, വെൽനസ്സാണ്. നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് പറയുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യം അവരവരുടെ കയ്യിലാണ്. വെൽനസിന്റെ കാലഘട്ടമാണ്. ഡോക്ടേഴ്സിന്റെ ആവശ്യമല്ല ഇവിടെയുള്ളത്, ഇവിടെ വെൽനസ് കൺസൾട്ടേഴ്സിന്റെ ആവശ്യമാണ് ഇവിടെയുള്ളത്. അപ്പൊ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം കമ്പനി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2020 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് വന്നപ്പോൾ 10,000-കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരു കമ്പനി ആയിരുന്നു ഈ ബയോട്ടോറിയം. എന്നാൽ ഇന്ന് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഇത് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച വാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. ഈ പ്രധാനമായിട്ടും ഈ കമ്പനി ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യം നിലനിർത്താനുള്ള മറ്റു ഉൽപ്പന്നങ്ങളും കൂടി കമ്പനി ജനങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഷോർട്ടായിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യം, എല്ലാ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഷോർട്ടായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി ജനങ്ങളോട് പറയാനുള്ള, ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു. ഷോർട്ടായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ സാധിക്കും ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച്, ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ആരോഗ്യം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ 1 മണിക്കൂർ സമയം കൊണ്ട് ഞാൻ പ്രതിപാദിക്കുന്നത്. ഇപ്പൊ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ നിയോഡൈമിയം മെഡിക്കൽ മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ ആണ് കമ്പനി അതിന്റെ ഈ കുറഞ്ഞ സമയം കൊണ്ട്, ഈ 5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം ഗുണഭോക്താക്കളിലേക്ക് കമ്പനി എത്തിച്ചേർന്നു. അതിൽ ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് അവർക്ക് കിട്ടിയ റിസൾട്ട് യൂട്യൂബിലൂടെ പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു. അത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു മാട്രസ് ഉണ്ട്, 6 അടി നീളം വരുന്ന 3 അടി വീതി വരുന്ന ഒരു മാട്രസ് ഉണ്ട്. 120 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. പില്ലോ പാഡിൽ 30 നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. 30 നെഗറ്റീവ് പോസിറ്റീവ് ആയ മാഗ്നറ്റിന്റെ മാട്രസിന്റെ മുകളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗാഠമായ ഉറക്കം കിട്ടുന്നുണ്ട്. ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ, ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 120 ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ, കൃത്യമായ രീതിയിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഡിസോർഡർ ഓർഡർ ആയിട്ട് മാറുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത് രോഗികളല്ല, മെമ്പേഴ്സാണ്. ആരോഗ്യമുള്ള മെമ്പേഴ്സ് ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ഒരു കാരണവശാലും അവർക്ക് ഒരു രോഗം വന്നിട്ട് ഡോക്ടേഴ്സിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല, മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു യൂണിവേഴ്സൽ സയൻസിന്റെ ഭാഗമാണ്. പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചികിത്സയുടെ ഭാഗമാണ് മാഗ്നൻ തെറാപ്പി. ഇത് ചെയ്യുന്ന രക്തത്തിൽ കാന്തശക്തിയുടെ പ്രവർത്തനം എല്ലാ അവയവങ്ങളെയും തകരാക്കുന്നുണ്ട്. രക്തത്തിലൂടെ മാഗ്നറ്റിക് പവർ പ്രവർത്തിക്കുമ്പോൾ എല്ലാ അവയവ വ്യൂഹങ്ങളുടെയും തകരാറുകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മുടെ രക്തത്തിലൂടെ ഈ മാഗ്നറ്റിന്റെ പവർ പായുമ്പോൾ എല്ലാ അവയവ വ്യൂഹങ്ങളുടെയും തകരാറുകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്. ഓക്സിജന്റെ ലെവൽ ഉയർത്തുന്നുണ്ട്. സൂക്ഷ്മ കോശങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കാന്തശക്തി ഇരുമ്പിനെയും പ്രാണവായുവിനെയും ആകർഷിക്കുന്നുണ്ട്. കാന്തശക്തി ശ്വസന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായത് പ്രാണവായുവാണ്. ആ പ്രാണവായുവിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് മാഗ്നൻ തെറാപ്പിയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ശാരീരിക വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാന്ത ചികിത്സയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തലച്ചോറിന്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ശാരീരിക വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാന്തശക്തി രോഗശമനകരമായ ഒരു പ്രകൃതി ശക്തിയാണ്. ഇത് രക്തം, ഞരമ്പ്, ഹോർമോൺസ് ഇവയിലെല്ലാം ആരോഗ്യകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ കാന്തസ്പർശം ഉണ്ടായാൽ രക്തപ്രവാഹത്തില് ചെറിയ രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വൈദ്യുതി അയൺ കണ്ടിന്റെ സംഖ്യ വളരെ വർദ്ധിക്കുകയും ശരീരം മുഴുവൻ ഈ പനി സംഭവിച്ച രക്തം ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ട് ഈ മാഗ്നറ്റ് കൊണ്ടാണ് എന്തെല്ലാം ഡിസോർഡർ ഒരു വ്യക്തിക്ക് ഉണ്ടോ ആ ഡിസോർഡർ എല്ലാം ഓർഡർ ആക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു വ്യക്തി ശ്വസനത്തിൽ 30 ഗ്രാം ഓക്സിജൻ ആണ്, 30 മില്ലിഗ്രാം ഓക്സിജൻ ആണ് ഒരു ശ്വസനത്തിൽ ശ്വസിക്കുന്നത്. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എന്തെങ്കിലും ഉൽപ്പന്നം നമ്മുടെ ശരീരമായിട്ട് സ്പർശിക്കുമ്പോൾ 30 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഹൃദയം ഒരു മിടിപ്പില് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എന്തെങ്കിലും ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ 50 മില്ലിക്ക് പകരം 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് സാധിക്കുന്നത്. 50 മില്ലി ഒരു മിടിപ്പില് ഹൃദയം 50 മില്ലി പമ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ്ട് 3 ലിറ്റർ ബ്ലഡേ പാസ് ചെയ്യുള്ളൂ. പക്ഷെ 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ 5 ലിറ്റർ ബ്ലഡ് പാസ് ചെയ്യും. അതാണ് ബ്ലഡ് സർക്കുലേഷൻ പറയുന്നതിന്റെ കാരണം. അപ്പൊ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ എന്തെങ്കിലും ഉൽപ്പന്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ 50 മില്ലിക്ക് 80 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞതാണ്. ഈ സമയത്ത് എത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ നമുക്കറിയാം ശക്തമായ വെയിലാണ്, നമ്മുടെ ശരീരത്തിലെ ജലം ബാഷ്പീകരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ജലം ബാഷ്പീകരിക്കും, വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിലെ കൂടുതലുള്ള ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ രക്തത്തിന്റെ കനം കൂടുന്നുണ്ട്. കരന്തം പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് ലോഡ് കൂടും. ഇതിന് സ്വാഭാവികമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പിന്നെ രക്തത്തിന്റെ കനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയും, ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയും. കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കൊറോണ വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് ഈ സമയത്ത് മരണം തൊട്ടരികിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഒരു റിസ്ക് ബാക്ക് അതിജീവിക്കാൻ സാധിക്കും, കുഴഞ്ഞു വീണോ മരിക്കില്ല. അതാണ് ഇതിന്റെ പ്രാധാന്യമുള്ളത്. ഇനി മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ അൾട്രാബെറി. അൾട്രാബെറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അൾട്രാബെറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അൾട്രാബെറിയുടെ പ്രധാന ഗുണങ്ങൾ, നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ഈ അൾട്രാബെറി റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മെമ്പേഴ്സിന് ക്യാൻസറിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരം അസിഡിക് ആവുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്യാൻസർ. ഇവിടെ നമ്മളെ ശരീരത്തിന്റെ അസിഡിക് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ആൽക്കലിൻ സ്വഭാവത്തിനെ ശരീരത്തിനെ നിലനിർത്താനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നു. അതാണ് അൾട്രാബെറിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പൊ ക്യാൻസറിന് ഈ അൾട്രാബെറി റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മെമ്പേഴ്സിന് ഒരു കാരണവശാലും ക്യാൻസർ ഉണ്ടാകില്ല. ഈ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടുക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം നമ്മളെ ഹൃദയത്തിനും കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഹൃദയത്തിന്റെ ധമനികൾക്ക് ആരോഗ്യമുള്ളതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നു. അതാണ് അൾട്രാബെറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൃദയത്തിന്റെ കോശങ്ങൾക്ക് ആരോഗ്യമുള്ളതായിട്ട് മാത്രമേ ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ സാധിക്കുള്ളൂ. ഹൃദയം എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. വെരിക്കോസ് വെയിൻ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വെരിക്കോസ് വെയിനുള്ള മെമ്പേഴ്സിന് ഇതൊരു ഉത്തമ പാനീയമാണ്. പൈൽസ് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, അർഷസ് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, തൈറോയ്ഡ് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, യൂട്രസിനുള്ളിലും മുഴകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, സ്റ്റോൺ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. തുമ്മല് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ കാൽപാദം വിണ്ട് കീറുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക്, നെഞ്ചരിച്ചിൽ പുകച്ചിൽ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരം അസിഡിക് ആകുമ്പോഴാണ് ക്യാൻസറിനോടൊപ്പം തന്നെ ഫാറ്റി ലിവർ വരുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് അപാരമായ കഴിവുണ്ട്. ത്വക്കിലെ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് മൂലം ഉണ്ടാകുന്ന മുഴകൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. കാലിൽ വരുന്ന വീക്കം ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് അൾട്രാബെറി ഒരു പരിഹാരമാണ്. രക്തത്തിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു ഉത്തമമായ പാനീയമാണ്. ഏറ്റവും കൂടുതൽ രക്തക്കുറവ് സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണ്. അത് അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് അപാരമായ ഒരു കഴിവുണ്ട്. മുലപ്പാലിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുടിയുടെ ആരോഗ്യം, കേശ സംരക്ഷണത്തിന് അൾട്രാബെറി ഉത്തമമായ ഒരു പാനീയമാണ്. യൂറിക് ആസിഡ് ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ 99% ആളുകളുടെയും പ്രശ്നം യൂറിക് ആസിഡ് ആണ്. ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നില്ല. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് നേരെ രക്തത്തിൽ കലരുന്നുണ്ട്, അത് യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള അനവധി പ്രശ്നം, അതായത് സന്ധി ജോയിന്റ്സിലെല്ലാം നീര് വരുന്നുണ്ട്, അതിൽ നീര് വരുന്നുണ്ട്, കാലിൽ നിരത്തി ചവിട്ടാൻ സാധിക്കുന്നില്ല, ആണി കുത്തി കീറുന്ന വേദനയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളാണ്. ആ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് അസിഡിക്ക് മാറ്റിയിട്ട് ശരീരത്തിലെ ആൽക്കലിൻ സ്വഭാവത്തിലേക്ക് നിലനിർത്താനായിട്ട് നമ്മൾ അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഓർമ്മ ബുദ്ധി തകരാറുകൾ ഇല്ലാതെ ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഓർമ്മ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബുദ്ധി തകരാറുകൾ ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറിക്ക് സാധിക്കുന്നുണ്ട്. കേശ സംരക്ഷണത്തിന് അൾട്രാബെറി ബെസ്റ്റ് ആണ്. യൂറിക് ആസിഡ് ഇല്ലാതാക്കുന്നുണ്ട്, ഓർമ്മക്കുറവ് ഇല്ലാതാക്കുന്നുണ്ട്, ക്ഷീണം തളർച്ചയെ ഒരു പരിധിയിലും പരിഹരിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്, ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതേപോലെ തന്നെ ജലദോഷവും പനിയും ഇല്ലാതാക്കുന്നുണ്ട്. ഈ പനി വന്നു കഴിയുമ്പോൾ കൗണ്ട് കുറയുന്നുണ്ടല്ലോ, അതിന് നമ്മൾ കിവി,
പോലുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയും. അല്ലെങ്കിൽ പച്ച പപ്പങ്ങ തിളപ്പിച്ച് കഴിക്കും. അങ്ങനെയുള്ള കുറെ നാടൻ ചികിത്സയൊക്കെ ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അൾട്രാബെറി കഴിച്ചാൽ മതി. ആ കൗണ്ട് കുറയുന്ന പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് അൾട്രാബെറി കഴിച്ചാൽ മതി. പോക്കറ്റ് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, മലബന്ധം ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, രക്തക്കുറവ് പരിഹരിക്കുന്നുണ്ട്, അൾസർ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്, അപസ്മാരം, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പിത്താശയ കല്ല്, മൈഗ്രെയിൻ, വണ്ണം കുറക്കുന്നുണ്ട്, അമിതമായ വണ്ണം കുറക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഗുണങ്ങൾ നമുക്ക് ആൾട്രാബെറി കൊണ്ട് കിട്ടുന്നു. ഈ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ സാധിക്കുള്ളൂ. ഏറ്റവും വില കുറഞ്ഞ ഒരു ഉത്തമ ഔഷധ ആഹാരമാണ് 21 അപൂർവമായ പഴങ്ങളും ഔഷധ സസ്യങ്ങളുടെയും എക്സ്ട്രാ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതായത് സ്റ്റെം സെൽ എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ടേസ്റ്റ് അത്രയും നല്ല സ്മെല്ലുമാണ്, ആസ്വാദ്യകരമായ രുചിയും മണവുമാണ്. ഒരു കൺസ്യൂമർ ഹെൽത്ത് ബിവറേജ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. എനർജി ലൂസ് ചെയ്യുന്നുണ്ട്, ക്ഷീണം അകറ്റുന്നുണ്ട്, നല്ല ദഹനം ലഭിക്കുന്നുണ്ട്, ആസിഡിറ്റി ഇല്ലാതാക്കുന്നുണ്ട്, പിന്നെ മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിൽ കിട്ടുന്നു. ഹൃദയത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർദ്ധക്യകാല പ്രശ്നങ്ങൾക്ക് ഇതിന് പരിഹാരമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് മാത്രം പോരാ, മരുന്ന് ഒരു പരിഹാരമല്ല, ആന്റി ഓക്സിഡന്റ് കൂടി വേണം. കാരണം ആരോഗ്യ പ്രശ്നം മരുന്ന് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ മരുന്ന് കൊണ്ട് മാത്രം പ്രയോജനം കിട്ടൂല. അവർക്ക് രോഗവിമുക്തി നേടണമെങ്കിൽ അവരുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റും കൂടി അവരുടെ ശരീരത്തിൽ കിട്ടണം. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലെ രോഗികളെ കാണാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഓർഗാനിക് ഫ്രൂട്ട്സ് കിട്ടാത്തത് കൊണ്ടാണ് ഡോക്ടേഴ്സ് ഫ്രൂട്ട്സിന്റെ കാര്യം നിർദ്ദേശിക്കാത്തത്. ഫ്രൂട്ട്സ് ആണ് വേണ്ടത്. ഇവിടെ ഓർഗാനിക് ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ദിവസം വേണ്ട ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 7000 ആന്റി ഓക്സിഡന്റ് ഒരു ദിവസം നമുക്ക് വേണ്ട, ഒരു 5000 ആന്റി ഓക്സിഡന്റ് ആണ് നമുക്ക് ഒരു ദിവസം വേണ്ടത്. ഇവിടെ 30 മില്ലി കഴിക്കുമ്പോൾ 7000 ആന്റി ഓക്സിഡന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആന്റി ഓക്സിഡന്റിനെ സംബന്ധിച്ച് നമുക്ക് പറയുന്നില്ല, കാരണം ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖമായിട്ട് ഏതൊരു കമ്പനിയാണ്. കാരണം 10ാമത്തെ നമ്മൾ കടന്നു പോകുന്നത് പ്രതിരോധം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പൈസ ബഡ്ജറ്റിൽ വകയിരുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും വകയിരുത്തുന്നത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് സർക്കാരിന് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ സാധിക്കുന്നില്ല. ആസ്പത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, വ്യാജ മരുന്നുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡോക്ടേഴ്സ് കുടലില് കത്രികയൊക്കെ വെച്ച് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക, രോഗിയാകാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അപ്പൊ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ടാവും. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ആണ് മോർ പവർ. അപ്പൊ മോർ പവറിന്റെ പ്രത്യേകതകൾ അത് നമുക്ക് എങ്ങനെ പബ്ലിക്കിനോട് പറയാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. മോർ പവറിന്റെ ഒരു പ്രത്യേകത ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത്രയും ഗുണമേന്മയുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളത്. ഇതിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. അതിന് ആയുഷ് മന്ത്രാലയം ഗ്യാരണ്ടിയാണ്. പാറ്റന്റ് ഉൽപ്പന്നമാണ്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആണ്, NABL ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞതാണ്, പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്, 19 വർഷത്തെ റിസർച്ച് കഴിഞ്ഞതാണ്. അതാണ് എന്റെ ഒരു പ്രത്യേകത. 19 വർഷത്തെ റിസർച്ച് കഴിഞ്ഞാണ്, 100% നിയമാനുസൃതമാണ്, ആഗോള അംഗീകാരങ്ങൾ എല്ലാം നേടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. നിങ്ങളുടെ ഫാമിലിക്ക് 100% സുരക്ഷിതമാണ്. ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അധികമുണ്ട്? കാരണം നമുക്ക് സാൾട്ട് കൂടുതലുണ്ട്, ഷുഗർ കൂടുതലുണ്ട്, കൊളസ്ട്രോൾ കൂടുതലുണ്ട്, ടോക്സിൻ കൂടുതലുണ്ട്. അങ്ങനെ കൂടുതലുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കുറവുള്ളത്? വൈറ്റമിൻസ് കുറവുണ്ട്, പ്രോട്ടീൻസ് കുറവുണ്ട്, മിനറൽസ് കുറവുണ്ട്, അല്ലെ, അമിനോ ആസിഡുകൾ കുറവുണ്ട്. അപ്പൊ ആ കുറവുകൾ പരിഹരിക്കാനും നമ്മൾ മോർ പവറിന് സാധിക്കുന്നുണ്ട്. 40ൽ പരം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് ശരീരത്തിലുള്ള 11 വ്യവസ്ഥകളെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 11 വ്യവസ്ഥകളാണുള്ളത്. ഈ 11 വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കുന്നുണ്ട്, ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ആന്തരിക വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്,
പ്രതിരോധ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പേശി വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, അസ്ഥികുട വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, നാഡീവ്യൂഹ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, മൂത്രാശയ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്, പുനരുത്പാദന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നുണ്ട്. ഞാൻ ഈ 10ാമത് പറഞ്ഞാലാണ് ഏറ്റവും വലിയ കാര്യം കേട്ട. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മികച്ചതാക്കാനായിട്ട് മോർപവറിന് സാധിക്കുന്നുണ്ട്. മോർപവറിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മികച്ചതാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മികച്ചതായത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജനിക്കാൻ സാധിച്ചതും ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതിന്റെ കാരണം അതാണ്. ഇന്ന് പല ദമ്പതികളുടെയും ഏറ്റവും വലിയ പ്രശ്നം, ദാമ്പത്യ പ്രശ്നം ഈ ഒരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മളുടെ മോർപവറിന് സാധിക്കുന്നുണ്ട്. അപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കാനായിട്ട് മോർപവറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ശ്വാസകോശ വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനായിട്ട് ഇങ്ങനെ 11 വ്യവസ്ഥയെയും ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത പുനരുത്പാദന വ്യവസ്ഥയെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ അത് ആരോഗ്യമുള്ളതാക്കുന്നുണ്ട്. അതാണ് ഈ മോർപവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇത്രയും മികച്ചതായതിന്റെ കാരണം 41ഓളം അപൂർവമായ ഔഷധ ചേരുവകളിൽ ചില ഔഷധ ചേരുവകൾ ഞാൻ പറയാം. അതിലൊന്ന് ജിൻസിംഗ് ആണ്. ജിൻസിന്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളിൽ ചില പ്രത്യേകത പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിന് പരിഹരിക്കാൻ സാധിക്കുന്നു. പല ഗുണങ്ങളിലെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത്. ജിൻസിംഗ് വളരെ വിലപിടിപ്പുള്ള ഒരു ഔഷധ സസ്യമാണ്. അതിന്റെ വേരിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചൈന, കൊറിയ, ജപ്പാൻ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊന്ന് അശ്വഗന്ധ. അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ കുതിരശക്തി കിട്ടുന്ന അശ്വഗന്ധ. അത് ലൈംഗിക ശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട് അശ്വഗന്ധ. ഈ അശ്വഗന്ധയുടെ എക്സ്ട്രാക്ട് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ അഗർക്കാര. ഈ അഗർക്കാരയുടെ ഒരു പ്രത്യേകത, കാമ താല്പര്യത ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ അഗർക്കാര എന്ന് പറയുന്ന ചെടി. അതിന്റെ ഒരു പ്രത്യേകത കാമതാല്പര്യം, കാമദേവനാണത്. ദമ്പതികൾക്ക് കാമ താല്പര്യം ഉണ്ടാക്കുന്ന ഒരു ചെടിയാണത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പിന്നെ ബഹ്മൻ സഫേദ്. ഈ ബഹ്മൻ സഫേദിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാമതൃഷ്ണ ഉണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെ അടുത്തത് കുഞ്ചുബീജ. ഈ കുഞ്ചുബീജ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ സംസ്കൃത പദമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ചുബീജ എന്ന് പറഞ്ഞത് നായ്ക്കരണ എന്നാണ് അതിനെ പറയുന്നത്. നായ്ക്കരണ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നായ്ക്കരണ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. പുരുഷന്മാരിൽ മാത്രമല്ല, പുരുഷന്മാരിലും സ്ത്രീകളും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മികച്ചതാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഈ മറ്റൊരു പ്രത്യേകത സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നുണ്ട്, കുറവ് പരിഹരിക്കുന്നുണ്ട്, നാഡീ വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഉൽപാദനം കൂട്ടുന്നുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിന്റെ ഒരു പ്രത്യേകത, പുരുഷന് പൗരുഷം കൊടുക്കുന്ന ഒരു ഹോർമോൺസ് ആണ്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ്. ഈ ഹോർമോൺസിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് സഫേദ് മുസ്ലിം നമുക്ക് അറിയാവുന്നതാണ്. ഇതിന്റെയും പ്രത്യേകത മറ്റു ഒരുപാട് പ്രത്യേകതകളിൽ ചില പ്രത്യേകതകൾ ലൈംഗിക ബലവും ശാരീരിക ബലവും കൂട്ടുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇതൊരു പ്രധാന മരുന്നാണ്. പ്രമേഹ രോഗികളിലെ ലൈംഗിക ബലഹീനത ഇല്ലാതാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ കേരളത്തിൽ 1 കോടിയോളം ഷുഗർ രോഗികളാണുള്ളത്. ഷുഗർ രോഗികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ നെർവ്സ് വീക്ക് ആവും, അവരുടെ ലൈംഗിക താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കും, ഇണയോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രമേഹ രോഗികളുടെ ലൈംഗിക ബലഹീനത ഇല്ലാതാക്കാനായിട്ട് സഫേദ് മുസ്ലിക്ക് അപാരമായ ഒരു കഴിവുണ്ട്. ഉദാഹരണ കുറവ് പരിഹരിക്കുന്നുണ്ട്. ഇതിന് കിലോക്ക് 10,000 വരെയുള്ള ഒന്നാണിത്. ഇത് ഈ സഫേദ് മുസ്ലി സംബന്ധമായ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരൊക്കെ നല്ല പണക്കാരായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മോർപവറിന് വേറൊരു പ്രത്യേകത, ഇതില് സ്വർണ്ണഭസ്മം ഉണ്ട്, രജിതഭസ്മം ഉണ്ട്. സ്വർണ്ണഭസ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ജനിക്കുന്ന സമയത്ത് സ്വർണ്ണഭസ്മം നമ്മൾ തേനും വയമ്പും കൊടുക്കുവരും. കുട്ടികൾക്ക് തേനും വയമ്പും കൊടുക്കുവരും. പഴയ ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ തേനും വയമ്പിലൊന്നും ആർക്കും വിശ്വാസമില്ല. കാരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് തേനും വയമ്പല്ല, സ്വർണ്ണവും വയമ്പും കൊടുക്കുവരുന്നു. അത് നമ്മളുടെ ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ ബുദ്ധിശക്തി കൂട്ടാൻ വേണ്ടിയാണ്. ഒരു 0.2 മില്ലിഗ്രാം സ്വർണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഒരു ആഹാരത്തിൽ സ്വർണം കിട്ടുന്നില്ല. അപ്പൊ ആ കുറവുകൾ നമ്മുടെ ശരീരത്തിനുണ്ട്. ആ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സ്വർണ്ണഭസ്മം ഉള്ളത്. രജതഭസ്മം എന്ന് പറഞ്ഞാൽ വെള്ളി നീട്ടിയിട്ടുള്ളതാണ്.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഔഷധ ചേരുവകളുടെ ഒരു ഒരു സംയുക്തമാണ് മോർ പവർ എന്ന് പറഞ്ഞാല്. ഇതിന്റെ പ്രധാന ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നു. കാരണം ആർക്കും കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാം 7 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുന്ന ധൈര്യസമേതം പറയും. കാരണം ഉപയോഗിച്ച എല്ലാവരും പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടുന്നു. കാരണം ഇതിനു വേണ്ടി എത്ര പണം ചെലവാക്കാനും തയ്യാറാവും, ജനങ്ങൾ എത്ര പണം ചെലവാക്കാനും തയ്യാറാവും. അപ്പൊ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അതിന്റെ മേന്മകൾ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണേ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകും. കാരണം ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളല്ല, അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളാണ്, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, കാരണം ദീർഘായുസ് വർദ്ധിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. കാരണം ജനങ്ങളുടെ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് ഈ ബയോട്ടോറിയം ഏറ്റെടുത്തുള്ളത്. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പണം പ്രതിരോധത്തിലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ആരോഗ്യ മേഖലക്കാണ്. 15ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് സർക്കാർ പരാജയപ്പെട്ടെടുത്ത് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്പനിക്ക് നവരത്ന അവാർഡൊക്കെ കൊടുത്ത് സർക്കാർ ആദരിച്ചതിന്റെ കാര്യം അതാണ്, നവരത്ന അവാർഡ്. കാരണം ഏറ്റവും മികച്ച കമ്പനികൾക്ക് മാത്രമേ നവരത്ന അവാർഡ് കൊടുക്കുകയുള്ളൂ. ആ നവരത്ന കാരണം കമ്പനിയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ നവരത്ന അവാർഡ് ഒരുപാട് നേട്ടങ്ങൾ കൂടി. അത്രയും ശ്രേഷ്ഠമായ ഒരു അവാർഡാണ് നവരത്ന അവാർഡ്. മാത്രമല്ല നമ്മളെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പേര് വന്ന കമ്പനിയാണ്. അങ്ങനെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ലോകത്ത് ഒരിടത്തുമില്ല. മാത്രമല്ല ഏറ്റവും നല്ല വെൽനസ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. അപ്പൊ ആൾക്കാർ സോപ്പുണ്ട ചീപ്പണ്ട, ഈ സോപ്പും ചീപ്പൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടുക, ഈ പറയുന്ന മോർ പവർ മാർക്കറ്റിൽ നിന്ന് കിട്ടുക. ജനങ്ങൾക്ക് ഇത്രയും ഉപകാരപ്രദമായ, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കുന്ന ഈ മോർ പവർ എന്ന് പറഞ്ഞ അമൃത് പോലുള്ള ഈ ഉൽപ്പന്നം ഈ ബയോട്ടോറിയത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. 11 വർഷത്തെ റിസർച്ചിന് ശേഷം ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളതാണ്, ആഗോള അംഗീകാരങ്ങൾ എല്ലാം തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അത്രയും നല്ലൊരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം നമുക്ക് ജനങ്ങളെ പരിചയപ്പെടുത്താം, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ആളുടെ ആന്റി ഏജിങ് പ്രോസസ്സിംഗ് ഉള്ള ഉൽപ്പന്നമാണ്. ഇനി ഞാൻ മറ്റൊരു ഉൽപ്പന്നം ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വെൽനസ് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഈ വെൽനസ് ജനങ്ങൾക്ക് വെൽനസ് ആണ് വേണ്ടത്, ഇൽനസ് അല്ല. ഡോക്ടേഴ്സിനല്ല വേണ്ടത്, മോഡേൺ ഹോസ്പിറ്റൽ അല്ല വേണ്ടത്, ആധുനിക എക്യുപ്മെന്റ്സ് അല്ല വേണ്ടത്, മോഡേൺ മരുന്നുകളല്ല വേണ്ടത് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ് പറയുന്നത്. ജനങ്ങളോട് വെൽനസിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പറയുന്നത്. അപ്പൊ വെൽനസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ്? നമുക്ക് പബ്ലിക്കിനോട് ധൈര്യമായിട്ട് പറയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ് വെൽനസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് വെൽനസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് പറയേണ്ടത്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളോട് വെൽനസ് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരു ഉൽപ്പന്നവും വാങ്ങിക്കണ്ട, ഞങ്ങൾക്ക് പൈസ തരണ്ട, ഞങ്ങളുടെ ഒരു ഉൽപ്പന്നവും വാങ്ങിക്കണ്ട. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, ഞങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കമ്പനിയിലേക്ക് പൈസ അയച്ചു കൊടുക്കുക, കമ്പനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരും. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് പറഞ്ഞിട്ടുള്ള ഒരു വെൽനസ് കൺസൾട്ടറാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് കേൾക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരുന്നത്. അവർക്ക് യോഗമില്ല, യോഗമുള്ള ആളുകൾ ഇത് കേൾക്കാനായിട്ട് തയ്യാറാവും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരമണിക്കൂർ സമയമല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ഇവിടെ വെൽനസ് പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി അടുത്തത്, ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ് ജനങ്ങൾക്ക് ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ മരിച്ചുപോയ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറല്ല, ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് പറയുന്നത് ഒരു സാധാരണ യുവാവിനെ അസാധാരണ യുവാവാക്കി മാറ്റുന്ന, സാമ്പത്തിക സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇന്ത്യൻ ജനതയുടെ പ്രത്യാശയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇന്ത്യയിലുള്ള എല്ലാ യുവാക്കളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് മാറും. എങ്കിൽ മാത്രമേ അവർ സ്വപ്നം കാണുന്ന ജീവിതം അവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മളെ അബ്ദുൽ കലാം സാറാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നുണ്ട്,
ഇന്ത്യയിലുള്ള യുവാക്കൾക്ക് തൊഴിലവസരം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് സാധ്യം തുറന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും തന്നെ വിദ്യാസമ്പന്നരാണ്. നിങ്ങൾക്ക് നല്ല ജോലി വേണം, നിങ്ങൾക്ക് നല്ല വരുമാനം വേണം, നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് മാറും എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വ്യക്തിയുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുന്നത്. വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോരി. ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തി നമ്മളുടെ കൂടെ സഹകരിക്കും, അത് 100% ഉറപ്പാണ്. ഇന്ന് ഇന്ത്യയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന, ഏറ്റവും നല്ല ഇൻകം പ്ലാനുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് 100% ലീഗലായ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10,000-ങ്ങളിൽ നിന്ന് 13-ാം സ്ഥാനത്തേക്ക് വന്ന, അടുത്ത 2-3 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ആകാൻ പോകുന്ന, ഇന്ത്യയിൽ നിന്ന് 12ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അഭിമാനത്തോട് പറഞ്ഞോ, പറയാ. ഇനി ഞാനിപ്പോ മറ്റൊരു ഉൽപ്പന്നം നിങ്ങളെ പരിചയപ്പെടുത്താം. മറ്റൊരു ഉൽപ്പന്നം, ഇതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളോടും കഴിക്കാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോ ഇനി അടുത്തത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് ആ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, ഗീർ പശുവിന്റെ നെയ്യാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നത് അമ്മിഞ്ഞ പാലിനേക്കാളും ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നമാണ് ഗീർ പശുവിന്റെ നെയ്യ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള പോഷകങ്ങളുള്ളത് അമ്മിഞ്ഞ പാലിനാണ്. അതിനേക്കാൾ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നമാണ് ഗീർ പശുവിന്റെ നെയ്യ്. അത്രയും ഗുണമേന്മയുള്ള ഉൽപ്പന്നമാണ്. അത് ഇന്ത്യൻ ജനത കഴിക്കണം, അവരുടെ ആരോഗ്യം നിലനിർത്തണം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നത്. ആ പാൽ ഉൽപ്പന്നത്തിന്റെ ശ്രേഷ്ഠമായ പാലുൽപ്പന്നമാണ് ഗീർ പശുവിന്റെ നെയ്യ്. അത് പാരമ്പര്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായ രീതിയിൽ ഉണക്കച്ചാണൻ വെച്ച് കത്തിച്ച് മൺകുടത്തിൽ തിളപ്പിച്ച് കൃത്യമായി വേവിച്ച് കൃത്യമായിട്ട് ഉറൊഴിച്ച് കടകോല് കൊണ്ട് കൃത്യമായിട്ട് കടഞ്ഞ് വെണ്ണെടുത്ത് അത് കുറഞ്ഞ സാന്ദ്രതയില് കുറഞ്ഞ ചെറു ചൂടില് ഉരുക്കി നറുതിയാക്കി മാറ്റുന്ന പാരമ്പര്യ രീതിയിൽ മാറ്റുന്നതാണ്. അതിന്റെ ഗുണമേന്മകൾ നഷ്ടപ്പെട്ടു പോകാത്ത ശാസ്ത്ര അത് ആ പല രീതിയിൽ നിർമ്മിച്ച് നമുക്ക് നൽകുന്നതാണ്. ഇത് വളരെ വില കൂടിയ ഒന്നാണ്. ഇത് ഗീർ പശുവിന്റെ നെയ്യിനെ കുറിച്ച് പറയുമ്പോൾ പല കുടുംബങ്ങളിലെയും കുടുംബാംഗങ്ങള് ഞാനിങ്ങനെ പറയുമ്പോൾ അവിടെയുള്ള അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഗൂഗിളിനോട് ചോദിക്കും. അപ്പൊ തന്നെ നരേന്ദ്രമോദി സാർ പറയുന്നത് കേൾക്കാൻ പറ്റും. ഇതിന്റെ ഗുണമേന്മകൾ ഞാൻ പറയും. ഗുണമേന്മകൾ ഇതിന് വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ ക്യാരറ്റിലാണ് ഉള്ളത്. ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിരിക്കണം. അതിന് നമ്മളെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട്, തലമുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട്, നല്ലോണം കറുത്ത് തഴച്ച് വളരാനായിട്ട്, സ്കിന്നിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്. കാരണം നമ്മളെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം ഭക്ഷണങ്ങൾ വേണം. കണ്ണിന്റെ ആരോഗ്യം കിട്ടാനായിട്ട് വൈറ്റമിൻ എ ഉള്ള ആഹാരം വേണം. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലുള്ളത് ക്യാരറ്റിലാണ്. അത് പ്രോസസ് ചെയ്ത് കഴിച്ചാൽ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോണേണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോണേണ്. നമ്മൾ പാകം ചെയ്ത് കഴിച്ചാൽ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോണേണ്. അത് ഓർഗാനിക് ആയത് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ ഗീർ പശുവിന്റെ നെയ്യിലുള്ള വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ പ്രോസസ് ചെയ്താലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതിൽ ഓയിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏറ്റവും മികച്ച ഗുണം തരുന്ന വൈറ്റമിൻ എ ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നുണ്ട്, കണ്ണിന്റെ തിളക്കം കൂടുന്നുണ്ട്, കണ്ണിന്റെ ആരോഗ്യം കൂടുന്നുണ്ട്, മുടി തഴച്ചു വളരുന്നുണ്ട്, മുടിയുടെ നിറത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്, തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ നീളം വരുന്ന നമ്മളെ രക്തക്കുഴലുകളുടെ എലാസ്റ്റികത നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരു കാരണവശാലും സ്ട്രോക്ക് വരില്ല, ഒരു കാരണവശാലും ഹാർട്ട് അറ്റാക്ക് വരില്ല. ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ പറയുന്നത് ഗീർ പശുവിന്റെ നെയ്യ് കഴിക്കാനായിട്ട്. ഇവിടെ മാർക്കറ്റിൽ കിട്ടില്ല. ഇത് ഗീർ പശുവിന്റെ നെയ്യ് മാർക്കറ്റിൽ കിട്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഗുണമേന്മ ഉള്ളതായിരിക്കില്ല, വളരെ വില കൂടുതലാണ്. ഇപ്പൊ മാളയിൽ ഒരു സ്ഥലത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ കുറെ ഗീർ പശുവിനെ വളർത്തുന്നുണ്ട്. അവിടെ 5,500 രൂപ തുടങ്ങിയാണ് വിലയുള്ളത്. പഴക്കം കൂടിയതിന് കിലോക്ക് 10,000 ലക്ഷങ്ങൾ വിലയുണ്ട്. ഇനി ചില സൂപ്പർ മാർക്കറ്റിൽ ഇട്ടെന്ന് പറയുന്നുണ്ട് 5,500 രൂപക്ക് മേലെയാണ്. ആരും വേണമെങ്കിലും ഗൂഗിളിൽ റിസർച്ച് ചെയ്യട്ടെ. ഏറ്റവും കുറവ് വിലക്ക് ഏറ്റവും നല്ല പാലുൽപ്പന്നം കിട്ടുന്നുണ്ട്. ഇതിന് വൈറ്റമിൻ ബി ഉണ്ട്. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ മഞ്ഞ് വരുമ്പോൾ ഇവിടെയൊക്കെ വിണ്ട് കീറും, ചുണ്ട് വിണ്ട് കീറും.
ചില ആൾക്കാരുടെ വായിൽ നിന്ന് ചോര വരും, ഇതൊരു മൗത്ത് അൾസർ എന്ന് പറയും. അതുപോലെ കുടലിൽ മോശം പോകില്ല, അതൊക്കെ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇതിൽ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി ഉണ്ട്, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, രോഗപ്രതിരോധ സംവിധാനം ഉണർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. കാരണം കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ വേണം. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് റെക്കമെൻഡ് ചെയ്യുന്ന ഗീർ പശുവിന്റെ നെയ്യിനെ സംബന്ധിച്ച് നമുക്ക് പല ആളുകളോടും പറയാം, ഇതിൽ ഫാറ്റി ആസിഡുകൾ കൂടുതലുണ്ട്. ഒമേഗ 3, ഒമേഗ 7, ഒമേഗ 9. അതുകൊണ്ട് ഈ സന്ധിവാദം ഒഴിവാക്കാനും ഈ സന്ധിവാദം ഉള്ളവർക്ക്, ഈ മുട്ടിന്റെ തേയ്മാനം, ജോയിന്റ്സിന് വേദന ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. നമ്മളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വണ്ണം കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കാം. കാരണം ഗീർപശുവിന്റെ നെയ്യ് തരിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ പൊണ്ണത്തടിയുള്ള ആളുകളുടെ വണ്ണം കുറയും. ഇനി മെലിഞ്ഞ ആൾക്കാർക്ക് വണ്ണം കൂടാനായിട്ട് മധുരം ചേർത്ത് കഴിച്ചാൽ മതി. ഒന്നുകിൽ പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ നെയ്യുടെ പകുതി തേൻ ചേർത്ത് കഴിച്ചാൽ മതി. അപ്പൊ അവരുടെ ശരീരത്തിന്റെ വണ്ണം കുറയും. ഒമേഗ 3, ഒമേഗ 6, 9 ഫാറ്റി ആസിഡുകളെ ഇത് ഉണ്ടാകും. അപ്പൊ ഇത് വളരെയേറെ ഗുണം കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് വളരെയേറെ ഗുണം കിട്ടുന്നുണ്ട്. നമ്മളെ ബ്രെയിൻ പവർ കൂടുന്നുണ്ട്, വിഷാദ രോഗം ഇല്ലാതാകുന്നുണ്ട്. പണ്ടൊക്കെ ഇതേപോലെ നാടൻ പശുവിനെ നെയ്യ് കഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ആ ഒരു ഐശ്വര്യം അതിലെ രോഗപ്രതിരോധ സംവിധാനം ഉണർത്താനും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം നെയ്യ് എന്ന് പറഞ്ഞാല്, നറുനെയ്യ് എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരുടെ ഒരു വീക്ക്നെസ് ആണ്. അത് പഴയ കാലം തൊട്ട് തന്നെ മരുന്നുകളിലും ആഹാരങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. നമ്മൾ പായസം ആണെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിക്കും, മരുന്നുണ്ടാക്കണമെങ്കിൽ നമ്മളത് നെയ്യ് ഉപയോഗിക്കും. ചില ആൾക്കാർ കഞ്ഞിയിൽ നെയ്യ് ഇട്ട് നെയ്യ് കഴിക്കും. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ നെയ്യ് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ആരോഗ്യം സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്യാൻസർ വരില്ല, മാരക രോഗങ്ങൾ വരില്ല. നമ്മൾ സമ്പാദിച്ച പണം അടുത്ത തലമുറക്ക് കൈമാറാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പൊ നമ്മൾ സമ്പാദിച്ച എല്ലാ പണവും ആസ്പത്രിക്കാർ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയേറെ ആസ്പത്രികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവര് ചൂഷണം ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ഈ കാര്യം അപ്പൊ ഇതൊക്കെ പറഞ്ഞു ഞാനിവിടെ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ്, ഈ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് മേലെയാണ്. കാരണം ഒരു മന്ത്രാലയമാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഒരു മന്ത്രാലയമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആയുഷ് മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് അലോപ്പതി ഒഴിച്ചുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും. ആയുർവേദമാണെങ്കിലും യുനാനി ആണെങ്കിലും സിദ്ധ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും യോഗയാണെങ്കിലും എല്ലാം ആയുഷിന്റെ അണ്ടറിലാണ്, ആ ഒരു മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ്. അപ്പൊ ആയുഷ് മന്ത്രാലയത്തിന്റെ അണ്ടറിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് മാഗൻ തെറാപ്പി. ആ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിറ്റഴിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ പ്രധാനമന്ത്രി പറയുന്നതിനേക്കാളും പ്ലസ് ആണ്. ഇനി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, കൊറോണ യോദ്ധ അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ചിഹ്നത്തില് കൊറോണ യോദ്ധ അവാർഡ് ഒരു ഉൽപ്പന്നമാണ് നമ്മളുടെ മാഗൻ തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നം. അതിൽ വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിശ്വസനീയമാണ് എന്ന് നമ്മൾ പബ്ലിക്കിനോട് പറയുമ്പോൾ അത് നമുക്ക് അടിവരായിട്ട് പറയാം. അടിവരായിട്ട് എങ്ങനെ പറയാൻ പറ്റും? മഹാരാഷ്ട്ര ഗവർണർ വിശ്വസനീയമായ ഉൽപ്പന്നം എന്ന ഒരു അവാർഡ് 2023 ഈ ബയോട്ടോറിയം കമ്പനി കൊടുത്തിട്ടുണ്ട്. അതും ദേശീയ ചിഹ്നത്തിലാണ് കൊടുത്തിട്ടുണ്ട്. വിശ്വസനീയമായ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്നാൽ 1000 നാവ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കമ്പനിയെ കുറിച്ചും നമ്മളുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റും. ഇനി മറ്റൊരു ഉൽപ്പന്നം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആ ഉൽപ്പന്നം സിബാക്തോൺ ആണ്. ആ സിബാക്തോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇന്ത്യയിലുള്ള യുവാക്കൾ എല്ലാവരും കഴിക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ മിലിറ്ററിയിലുള്ള ജവാന്മാർക്ക് സിബാക്തോണിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരുടെ ആരോഗ്യ കായിക ശേഷി ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട്. അല്ല, സ്പോർട്സ് താരങ്ങള് ഇത് ഉപയോഗിക്കുന്നുണ്ട്, സിബാക്തോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ സിബാക്തോണിന് മലയാളത്തിൽ പറയുന്നത് മൃതസഞ്ജീവനി എന്നാണ് പറയുന്നത്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു കിടക്കുന്ന ആളുകളെ പുനർജനിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ദിവ്യ ഔഷധമാണ് മൃതസഞ്ജീവനി. അപ്പൊ മൃതസഞ്ജീവനിക്ക് തുല്യമാണ് ഈ സിബാക്തോൺ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. ഈ സിബാക്തോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സിബാക്തോൺ മൃതസഞ്ജീവനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരം ഒരു ദിവസം പ്രവർത്തിക്കാനായിട്ട്
210-ലധികം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാനുള്ള ഗുണം എന്ന് എന്നോട് ചോദിച്ചാല് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയും. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഞാനൊരു ഫർണിച്ചർ വ്യാപാരിയാണ്. ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് എന്റെ മുട്ടുകാലിന്റെ വേദന മാറി. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ചപ്പോഴും ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയത്. പക്ഷെ ഈ 2 വർഷം കൊണ്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനാകാം. ഇന്ത്യൻ ജനതക്ക് സ്വപ്നം കാണാൻ സാധിക്കും. അവന് എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാൻ പറ്റും. അവൻ ചിന്തിക്കുന്ന പോലെ അവന് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിന് വേണ്ട ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ 200 പേരുടെ ലിസ്റ്റ് ഇടാനായിട്ട് തയ്യാറാകണം. 100 പേരുടെ നോ കേൾക്കാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് 2 കാര്യങ്ങള്? ഒന്ന്, നിങ്ങൾ 200 പേരുടെ ലിസ്റ്റ് ഇടണം. ഈ ഉൽപ്പന്നം വിൽക്കാനായിട്ട്, ഇതിന്റെ കസ്റ്റമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആക്കാനായിട്ട് നിങ്ങളുടെ സർക്കിളിലുള്ള 200 പേരുടെ ലിസ്റ്റ് ഇടണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം 100 നോ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കും. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കണം, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കണം. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആണ് എങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റും. ജീവിതകാലം മുഴുവൻ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ക്യൂ നിൽക്കാനും ഡോക്ടേഴ്സിനെ കാണാനും അവർ പറയുന്ന മരുന്നുകൾ കഴിക്കാനും അവർ പറയുന്ന പരിശോധനകൾ ചെയ്യാനും നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട? ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കണം. അതിന് ചെയ്യേണ്ടത് ലോകാരോഗ്യ സംഘടന ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കണം, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യണം. ഇത് രണ്ടും ചെയ്യാനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെ ആരോഗ്യമുള്ളതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ വേണം കോശങ്ങൾക്ക്. 4 കാര്യങ്ങൾ. അടിസ്ഥാനപരമായിട്ട് കോശങ്ങൾക്ക് മാഗ്നറ്റിക് പവർ വേണം. ഈ മാഗ്നറ്റിക് പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോശങ്ങളുടെ സെൽ വോൾട്ടേജ് കറക്റ്റ് ആവും. ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ തലച്ചോറിന്റെയും പ്രധാന നാഡീവ്യൂഹമായ തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അപ്പൊ നമുക്കൊരു രോഗം വരില്ല. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത്. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ECG എടുക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എടുക്കുന്നത്. ഹൃദയത്തിന്റെ വൈദ്യുതി അളക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനെ സംരക്ഷിക്കാനായിട്ട് നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 3 കാര്യങ്ങള്? ഒന്ന്, കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്, കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു കിട്ടുന്നുണ്ട്, കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട് ഈ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ. 4ാമത് വേണ്ടത് പോഷകങ്ങളാണ് ശരീരത്തിന് വേണ്ടത്. ഈ പോഷകങ്ങൾ എന്തുമാത്രം പോഷകങ്ങൾ വേണം? പോഷകങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് 210ഓളം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് വേണം. 210ഓളം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് വേണം. അത് സിബാത്തോണിന്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ 190 ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. 210-ൽ 190 കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മൃത സഞ്ജീവനി എന്ന് പറയുന്നത്. ഇനി 17 അപൂർവമായ വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്. 1ഉം 2ഉം അല്ല. ഇപ്പൊ ഞാൻ ഗീർബഷിന്റെ നെയ്യിൽ 4-5 മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ സിബാക്തോൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 17 അപൂർവമായ വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സിബാക്തോണിന്റെ മൃതസഞ്ജീവനിയുടെ ഒറാക്യു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80,000 തുടങ്ങി 1,02,000 വരെയാണ്. മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായ ഒറാക്യു വാല്യൂ എന്ന് പറഞ്ഞാൽ 5,000 ആണ്. 5,000 ഒറാക്യു വാല്യൂ നമുക്ക് ആവശ്യമുള്ളത്. അത് ആൾട്രാബെറി കഴിക്കുമ്പോൾ 7,000 ഒറാക്യു വാല്യൂ 7,000 ഒറാക്യു വാല്യൂ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് സിബാത്തോൺ കഴിക്കണമെങ്കിൽ നമുക്ക് 5,000 ഒറാക്യു വാല്യൂ ആന്റി ഓക്സിഡന്റ് നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് കിട്ടുന്നത് 80,000 തുടങ്ങി 1,02,000 വരെ ഒറാക്യു വാല്യൂ കിട്ടുന്നുണ്ട്. എന്താണ് ഈ ഒറാക്യു വാല്യൂ? നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും കോശങ്ങൾ നശിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ പുതിയ കോശങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോശങ്ങളെ തള്ളിക്കളയാനുള്ള നമ്മളെ ശരീരത്തിന്റെ കഴിവിനെയാണ് ഈ ഒറാക്യു വാല്യൂ എന്ന് പറയുന്നത്. ഒറാക്യു വാല്യൂ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ആ ഒറാക്യു വാല്യൂ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മളുടെ സിബാത്തോണിലുള്ളത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള മൃതകോശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളെയും തള്ളിക്കളയാനുള്ള അപാരമായ കഴിവ് ഈ മൃതസഞ്ജീവനിക്കുണ്ട്. അതോടൊപ്പം തന്നെ 14 മിനറൽസ് ഉണ്ട്. ഇതിൽ 14 മിനറൽസ് ഉണ്ട്, 18 അമിനോ ആസിഡ് ഉണ്ട്, പിന്നെ സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്.
ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമാണ്. ശരീരത്തിന് ആവശ്യമായ 20 എസൻഷ്യൽ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനാൽ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പ്രോട്ടീൻസും ലഭിക്കും. ശരീരത്തിന് ആവശ്യമായ വ്യത്യസ്തമായ ഒരുപാട് പ്രോട്ടീൻസ് ഉത്പാദിപ്പിക്കാനായിട്ട് ശരീരത്തിന് സാധിക്കും. അതിന്റെ കാരണം ശരീരത്തിന് ആവശ്യമായ 20 എസൻഷ്യൽ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബയോഫ്ലവനൈഡുകളുടെ കലവറയാണ്. അതിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. വൈറ്റമിൻസ് എ ക്യാരറ്റിലുള്ളതിനേക്കാൾ 3 മടങ്ങ് കൂടുതലുണ്ട്. വൈറ്റമിൻ സി ഓറഞ്ചിലുള്ളതിനേക്കാൾ 12 മടങ്ങ് കൂടുതലുണ്ട്. വൈറ്റമിൻ ഇ എന്തിനുള്ളതിനേക്കാൾ കൂടുതലുണ്ട്, മറ്റെന്തിനുള്ളതിനേക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ട് കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. കരളിന് കംപ്ലൈന്റ് ഉള്ളവർക്ക് ഈ സിബാത്തോൺ കഴിക്കുക. കിഡ്നി കംപ്ലൈന്റ് ഉള്ളവർക്കും സിബാത്തോൺ കഴിക്കുക. ഏത് രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾക്കും സിബാത്തോൺ കഴിക്കുക. അതുകൊണ്ടാണ് ഇതിനെ മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പൊ ഈ മൃതസഞ്ജീവനെ സംബന്ധിച്ച് പബ്ലിക്കിനോട് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 6 പോയിന്റ്സ് ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കണ്ട, ഈ 6 പോയിന്റ്സ് മാത്രം ഓർത്താൽ മതി. എന്തൊക്കെയാണ് ഈ 6 പോയിന്റ്സ്? 190-ലധികം ബയോ ന്യൂട്രിയൻസ് ഉണ്ട്. 190-ലധികം ബയോ ന്യൂട്രിയൻസ് ഉണ്ട്. 17-ലധികം വൈറ്റമിൻസ് ഉണ്ട്. 14-ലധികം മിനറൽസ് ഉണ്ട്. 18-ലധികം അമിനോ ആസിഡ് ഉണ്ട്. പിന്നെ സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താ പ്രയാസമുള്ളത്? അപ്പൊ ഞാൻ എവിടെ പോയാലും ഇത് പറയാം. മിക്കവാറും എനിക്ക് കാണാതെ പറയാൻ പറ്റും. എന്നാലും എപ്പോഴും എന്റെ കൈവശം തിങ്ങിയതൊരു ബുക്ക് ഉണ്ട്. ഇത് കണ്ട, ഒരു ചെറിയ ബുക്കാണ്, പോക്കറ്റിൽ ഇടാവുന്ന ഒരു ചെറിയ ബുക്കാണ്. ഈ ബുക്കിൽ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട എല്ലാ പോയിന്റ്സും ഉണ്ട്. അപ്പൊ അത്യാവശ്യം വരുമ്പോ ഈ ബുക്കിൽ ആ പോയിന്റ്സ് എടുത്ത് അങ്ങോട്ട് പെട്ടെന്ന് പറയും. ഇത് തന്നെ നിങ്ങളും ചെയ്താൽ മതി. ഈ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഓരോ പ്രൊഡക്റ്റിനും ഒരു പേജ് നമ്പർ കൊടുക്കുക. നമ്മളെ നിയോ ഡൈമണ്ട് മെഡിക്കൽ മാർട്ടിന്റെ ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് പബ്ലിക്കിനോട് പറയാനുള്ള അത്യാവശ്യം പോയിന്റ്സ്, മൃതസഞ്ജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ അടുത്തൊരു പ്രൊഡക്റ്റ്, ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ പേര് ന്യൂട്രിമാക്സ് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ഇത് ഷുഗർ രോഗികൾക്ക് ഉത്തമമാണ്. അപ്പൊ ഷുഗർ രോഗികൾക്ക് എന്ത് കഴിക്കണം പാടില്ലെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അതും രാവിലത്തെ പ്രാതലാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം. ആ രാവിലെ പ്രാതലിന് 2 സ്പൂൺ എടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കി അങ്ങോട്ട് കഴിച്ചാൽ മതി. അവർക്ക് സമ്പൂർണ്ണ ആരോഗ്യമാണ്. ഈ നാടൻ പശുവിന്റെ പാല് കിട്ടുമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാൽ എടുത്തിട്ട് 2 സ്പൂൺ എടുത്തിട്ട് കുറിക്കാണ്ട് കഴിച്ചാല് അവരുടെ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പോഷകങ്ങളും കിട്ടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇത് കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോട്ടീൻസും ഉണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്, B6 ഉണ്ട്, B12 ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് രോഗപ്രതിരോധ സംവിധാനം ഉണർത്താൻ സാധിക്കുന്നുണ്ട്. ശരീരം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹൈ പ്രഷറിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. എളുപ്പം ദഹിക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മിതമായ രീതിയിൽ അതിന് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു പ്രാതലിന് ഒരു ശരിയായ ആഹാരം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ചോദിക്കും, ഇത് ഷുഗർ രോഗികൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാ? അല്ല, ഇപ്പൊ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ തിരക്ക് പിടിച്ച ആഹാരം കഴിക്കുന്നില്ല. രാവിലത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മളെ തലച്ചോറിനും വന്നത് വരും. തലച്ചോറ് പ്രവർത്തിച്ചില്ലെങ്കിൽ വേണ്ട ഹോർമോൺസ് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനം താളം തെറ്റും. അപ്പൊ രാവിലത്തെ പ്രാതല് കഴിക്കാൻ നേരം കിട്ടാത്ത ആളുകൾ, ഇപ്പൊ ചില സമയങ്ങളിലൊക്കെ ഞാൻ രാവിലെ 5 മണിക്കൊക്കെ ഫീൽഡിൽ പോകും, 6 മണിക്ക് ഫീൽഡിൽ പോകും. പക്ഷെ ഞാൻ ചെയ്യുന്നത് തലേ ദിവസത്തെ പഴഞ്ചോറ് ഉണ്ടാക്കും. ഈ പഴഞ്ചോറ് ഉണ്ടാക്കി ഇത്തിരി ഉള്ളി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട, അത് കഴിക്കാൻ പറ്റും. അതൊരു പ്ലേറ്റ് കഴിച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. പിന്നെ എനിക്ക് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിച്ചാൽ മതി. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മളെ ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ രാവിലെ ഒരു ചായക്കടയും തുറക്കുന്നില്ല, ഒരു ഹോട്ടലും തുറക്കുന്നില്ല. എല്ലാവരും തുറക്കുമ്പോൾ 10 മണിക്കാണ്. 10 മണിക്ക് ചെന്നാൽ അവിടെ കിട്ടുന്നത് പൊറോട്ടയാണ്. ഈ പൊറോട്ട കഴിച്ചത് നമ്മൾ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പഴഞ്ചോറിന്റെ പ്രത്യേകത എന്താ അറിയാമോ? നമ്മളുടെ ആമാശയത്തില് നല്ല ബാക്ടീരിയ ഉണ്ട്. ആ നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പഴഞ്ചോറിന് സാധിക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. പഴഞ്ചോറിൽ പൊട്ടാസ്യം കൂടുതലുണ്ട്, അമിനോ ആസിഡുകൾ കൂടുതലുണ്ട്. അങ്ങനെ പോഷകങ്ങളിൽ സമൃദ്ധമാണ്. അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലേദിവസമുള്ള എഴുതൊരു മൺചട്ടിലിടണം. 2 മുളക് അരിഞ്ഞിടണം, ഇത്തിരി ഉള്ളി അരിഞ്ഞിടണം, ഇത്തിരി വേപ്പിലിടണം, ഇത്തിരി മാഗ്നറ്റ് വാട്ടർ ഒഴിക്കണം. എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഇത്തിരി മോരുണ്ടെങ്കിൽ ആ മോര് കൂട്ടിയാണ് കഴിച്ചു. ഇത് സുഖമെന്നറിയാമോ?
കാരണം നമ്മൾ ആരോഗ്യം നോക്കുന്ന ആളുകളായതുകൊണ്ടാണ്, വെൽനസ് കൺസൾട്ടേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ ഇനി അതൊന്നും വേണ്ട, ഇനി ഈ പഴഞ്ചോറും വേണ്ട, ഒന്നും വേണ്ട. എത്ര രാവിലെ നമ്മൾ ഫീൽഡിൽ പോകണമെങ്കിലും നമുക്ക് ഈ ന്യൂട്രിമിക്സ് കഴിച്ചിട്ട് പോയാൽ മതി. വേറെ ഒരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം വരില്ല. അപ്പൊ തിരക്കുള്ള ആളുകളോട് നമുക്ക് പറയാം, നിങ്ങൾക്കും രാവിലെ ഇത് കഴിക്കാം. എന്തിന്? നമ്മളൊക്കെ വീട്ടിലെ കൊച്ചു കുട്ടികളുണ്ടല്ല, രാവിലെ ഒരു ആഹാരം കഴിക്കാതെ 8 മണിക്കൊക്കെ 6 മണിക്കൊക്കെ അവർ ക്ലാസ്സിൽ പോകുന്നത്. എത്ര പഠിച്ചാലും അവരുടെ തലച്ചോറ് വീക്കാവും. വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ഈ ന്യൂട്രിമിക്സ് എല്ലാവർക്കും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് വില വളരെ കുറവാണ്. നമ്മൾ ജോയിനിങ് പാക്കേജ് ആണെങ്കിൽ 4500 രൂപ പാക്കേജിൽ 2 മാസം കഴിക്കാനുള്ള 720 ഗ്രാമിന്റെ 2 മാസം കഴിക്കാനുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. വളരെ ലാഭകരമാണ്. ഇനി റീപർച്ചേസ് ആയാലും ഇതിനേക്കാളും വില കുറവാണ്. വില വളരെ കുറവാണ്, ഗുണം വളരെ കൂടുതലാണ്. ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ മൂക്കി കൂടി ട്യൂബിട്ട് ആഹാരം കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഈ ന്യൂട്രിമിക്സ് കൊടുത്താൽ മതി. അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. എന്നിട്ട് മരിക്കാൻ പോകുന്ന അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് വരെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് മുഴുവൻ ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞാല് ആദ്യത്തെ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി. അവരുടെ വയറ്റിൽ അത്ര ദാഹം ഉണ്ടാവില്ല, അവർക്ക് അമിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല, ശരീരത്തിന് നല്ല എനർജി ഉണ്ടാവും, ശരീരത്തിന് നല്ല തണുപ്പുണ്ടാവും. ഒറ്റ പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇത് തീർന്നു കഴിഞ്ഞാൽ തീർന്നതിന് മുമ്പ് അവർ പറയും, മോനെ ഇത് കൊണ്ട് തന്നോട്ടാന്ന് പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യം. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഉപ്പ് വന്നാ, മുളക് വന്നാ, മല്ലി വന്നാ, മഞ്ഞ് വന്നാ, അതൊക്കെ കിട്ടിയാൽ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ആ കമ്പനി അല്ല ഇത് ആ കമ്പനി അല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇന്ത്യൻ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ ദൈവദൂതനെ പോലെ ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവതരിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. എന്താണ് ഈ പ്രസ്ഥാനം മനസ്സിലാക്ക്. അതാണ് ഈ ബയോട്ടോറിയം, അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ 200 പേരെ ലിസ്റ്റ് ഇടുക. ഈ 200 പേരോട് നിങ്ങൾ പറയാനായിട്ട് തയ്യാറാകുക. നിങ്ങൾക്കൊരു നല്ല ടീം ഉണ്ടാവും. അങ്ങനെ പറയാൻ തയ്യാറാവുമ്പോൾ 100 നോ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും. നല്ലൊരു ടീം നിങ്ങൾക്ക് ഫോം ആകുന്നത് വരെ 100 നോ നിങ്ങൾ എഴുതി വെക്കുക. പ്രഭാകരൻ നോ നോ പറഞ്ഞ്, ആന്റണി നോ പറഞ്ഞ്, ഡാനി നോ പറഞ്ഞ്, ഇയാള് നോ പറഞ്ഞ്, അങ്ങനെ 100 നോ നിങ്ങൾ കേൾക്കുമ്പോൾ ഇടതും വലതോട്ട് ശക്തമായ ഒരു ടീം വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതിലൊരു കോടീശ്വരൻ നിങ്ങൾക്ക് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ നൈബേഴ്സ് 10 പേര് നിങ്ങളെ തള്ളി പറയാൻ തയ്യാറാവും. 10 പേര് നിങ്ങളെ തള്ളി പറയാൻ തയ്യാറാവും. അവര് നിങ്ങളെ കളിയാക്കാൻ തയ്യാറാകും. എഴുതി വെക്കണം. എന്റെ ബന്ധത്തിലുള്ള ദിവാകരൻ എന്നെ കളിയാക്കി, എന്റെ ഫ്രണ്ട്സ് ഗോപൻ എന്നെ കളിയാക്കി, എന്റെ വീടിനടുത്തുള്ള ജോണി എന്നെ കളിയാക്കി. അങ്ങനെ 10 പേര് നിങ്ങളെ കളിയാക്കുന്നത് നിങ്ങൾ എഴുതി വെക്കണം. ഈ 3 കഴിവ് നിങ്ങൾക്കുണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജൈവായിട്ടും പ്രതിസന്ധികളൊന്നും ഇല്ലാതെ. കാരണം ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞേട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടീമിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തി പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം പുതിയ വ്യക്തിയാണ്, ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തേ. അപ്പൊ ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എന്നെ വളരെ വളരെ സ്ട്രൈക്ക് ചെയ്തേ. അവരൊറ്റ പോയിന്റ്. എന്താണ് പോയിന്റ് എന്ന് ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരുപക്ഷെ മാർട്ടിൻ സാറോട് കേൾക്കണ്ടാവും. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഫീൽഡ് ടഫാണ്, ഫീൽഡ് നെഗറ്റീവാണ്. ഈ നെഗറ്റീവായ ഫീൽഡിൽ നമുക്ക് വിജയിക്കാൻ വേണ്ട ഒരു ഗുണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഫീൽഡ് നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്മളുടെ ചിന്തകൾ എന്താണ്? നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആയിരിക്കണം, നമ്മളുടെ സംസാരം പോസിറ്റീവ് ആയിരിക്കണം, നമ്മളുടെ പ്രവർത്തനം പോസിറ്റീവ് ആയിരിക്കണം. ഈ ഗുണങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബയോട്ടോറിയത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് കൈപിടിപ്പിക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മളുടെ മാത്രമാണ് കേട്ടോ. എന്റെ ജീവിതം എന്റെ മാത്രമാണ്, എന്റെ സ്വപ്നങ്ങൾ എന്റെ മാത്രമാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ഈ ബയോട്ടോറിയം എന്നെ സഹായിക്കുമെങ്കിൽ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ജൈവൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നേരം വളരെ വിലപ്പെട്ട അറിവുകള് ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്ട്സ് തുടങ്ങി നമ്മൾക്ക് ഉള്ളിൽ കഴിക്കേണ്ട നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും തന്ന നമ്മുടെ രാമേന്ദ്ര സാറിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഇതിൽ ജോയിൻ ചെയ്ത ഈ മീറ്റിംഗ് ഇതുവരേക്കും
അറ്റൻഡ് ചെയ്തിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഈ നമ്മളുടെ രാമചന്ദ്രൻ സാറിന്റെ വാക്കുകള് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ ആവട്ടെ. നമ്മൾക്ക് നല്ലൊരു ദിവസം അല്ലെ, നല്ലൊരു സമയം. ഇതേവരേക്കും 2 പ്രാവശ്യം എന്തോ ഒരു അത് വോയിസ് കട്ടായ പോലെ വന്ന്, എന്നാലും ഈ 1 മണിക്കൂർ സമയം നല്ല രീതിയിൽ നടത്താൻ ദൈവം അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.